Hi guys, to my YouTube channel. നാളെ ഈദാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. നാളെ എന്നിട്ട് വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവും. ഈദ് സെലിബ്രേറ്റ് ചെയ്യും. നമ്മൾ ബിരിയാണി കഴിച്ചു. അങ്ങനത്തെ ഒരു അടിപൊളി ഡേ. ഉറങ്ങി. ഇപ്പം നമുക്ക് നാളെ മെഹന്തി ഒക്കെ വാങ്ങാൻ വേണ്ടി പോവാണ്. ലിപ്സ്റ്റിക് ഇടാം, കണ്ണെഴുതാം. ഹിഡൻ സ്പോട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഗൗരി നന്ദന ഹിഡൻ സ്പോട്ടിൽ ഫുഡൊക്കെ വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് പറ്റിച്ച് കൊണ്ടുവന്നു. ഈ വീഡിയോസ് ആക്ച്വലി ഇതിൻ്റെ തലേന്ന് എടുത്തതായിരുന്നു. ഞാൻ വീട്ടിൽ പോയില്ല, ഞാൻ ഗൗരിയുടെ വീട്ടിലായിരുന്നു സ്റ്റേ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാനും പിന്നെ കടലും പുഴയും കൂടെ ചേരുന്നൊരു സ്ഥലം, അവിടെ ഒരു പാലുണ്ട്, അവിടെ പോയി കുറച്ച് നേരം ചില്ല് ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതായിരുന്നു. പിന്നെ അവിടെ നല്ല കല്ലുമ്മക്കായ ഫ്രൈ കിട്ടുമെന്ന് ആദ്യം പറഞ്ഞിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ കിട്ടിയില്ല. പിന്നെ ഒന്നും കൂടെ നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു, അത് വാങ്ങി. എനിക്ക് കല്ലുമ്മക്കായ നല്ല ഫ്രൈ ചെയ്ത് മൊരിഞ്ഞുള്ള കല്ലുമ്മക്കായാണ് കേട്ടോ ഇഷ്ടം. ചിലർക്ക് മാവായിട്ട് അങ്ങനെ ഫ്രൈ ചെയ്യുന്ന അതും ഉണ്ടാവും. എനിക്ക് നല്ല ഇഷ്ടം നല്ല മൊരിഞ്ഞ കല്ലുമ്മക്കായാണ്. അതുപോലെ തന്നെ എനിക്ക് കിട്ടി. അപ്പോൾ കുറച്ച് സാറ്റിസ്ഫൈഡ് ആയി. പിന്നെ ഈ ചേട്ടൻ അവിടെ വല വിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ പാലക്കാട് ജീവിക്കുമ്പോൾ ഈ വല വിരിക്കുന്നൊന്നും കാണില്ലല്ലോ. അതെനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. അതൊക്കെ കുറച്ച് നേരം കണ്ടിരുന്നു. അപ്പോൾ ഇന്ന് ഈദാണ്. ഞങ്ങൾ കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് ബസ് കയറി. ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നില്ല, ഞങ്ങളുടെ കൂടെ വേറെ 2 പേരും കൂടെ ഉണ്ടായിരുന്നു. പുണ്യ ഈ കയറി വരുന്ന അശ്വതി. ഞങ്ങളൊരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ എത്തി. പിന്നെ ഷൈലയും ബ്രദറും കൂടെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നു. നേരെ വീട്ടിലേക്ക് പോയി. കയറി വന്നതും വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെയുള്ള ആദ്യത്തെ ഈദ് സെലിബ്രേഷനാണ് കേട്ടോ ഇത്. ആക്ച്വലി നീറ്റിൻ്റെ ടൈം എന്ന് പറയുന്നത് ഒരു ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു പീരീഡ് അല്ലേ. ഒരു 3 to 4 ഇയേഴ്സ് എനിക്ക് ഈദും ഓണവും ക്രിസ്മസും ഒക്കെ ഒരു കട്ടായിരുന്നു. പിന്നെയും ക്രിസ്മസ് ഹോളിഡേയ്സ് കിട്ടിയിട്ടുണ്ട്, ഓണത്തിന് ഹോളിഡേ കിട്ടിയിട്ടുണ്ടെങ്കിലും നമുക്ക് പ്രോപ്പറായിട്ടൊന്നും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഭയങ്കര വർക്കുള്ളത് എടുത്തിട്ടില്ല, കാരണം അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാനത് ഇടില്ല. അപ്പോൾ ഒരു കോട്ടൺ സെറ്റായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ മെയിൻ കാര്യപരിപാടിയിലേക്ക് കിടന്നു. ഫുഡ് കഴിച്ചു. നല്ല മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും അത് കഴിഞ്ഞ് ഐസ്ക്രീമും ഒക്കെ കഴിച്ച് കുറച്ച് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഉറക്കം വന്നതിൽ ഞാൻ കുറച്ച് വ്ലോഗ് എടുക്കാൻ മറന്നും പോയി. ഇത് കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോ സെഷൻ ആയിരുന്നു. എല്ലാ ഫോട്ടോസും ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഫുള്ള് കാണുക. ബിരിയാണി കഴിച്ചു. നമ്മുടെ ഒരു മെയിൻ താരം നടന്നത് ശൈലയാണ്. ഈ ട്രിപ്പിന്റെ A to Z ചെയ്തത് ശൈലയാണ്. ശൈലയുടെ നല്ലൊരു കടപ്പാടൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഞങ്ങള് മൈലാഞ്ചി നോക്കൂ. കുറച്ച് ഒരു വൈബ് ഉണ്ട്. ഇതാണ് നമ്മുടെ സംരംഭകയുടെ കസിൻ. നമ്മുടെ സംരംഭകയുടെ കസിൻ ഫോട്ടോസ് എടുത്ത് ഇന്ന് നമ്മൾ കഴിച്ചത് മട്ടൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, സാലഡ്. മട്ടനാണ്, മട്ടനാന്ന് അറിയാണ്ടേ കഴിച്ചത്. ക്യാമറമാൻ എന്താ അറിയില്ല എന്നാ കഴിച്ചത്. എന്തായാലും എന്താ ഗൈസ് കഴിച്ച പോലെ. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കടിയൊക്കെ കഴിച്ച് മെല്ലെ പുറപ്പെടാൻ തുടങ്ങി. കാരണം ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇനി പോയി സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങണം. അതായിരുന്നു എൻ്റെ അൾട്ടിമേറ്റ് എയിം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ കുഞ്ഞു വലിയ പെരുന്നാൾ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അൺടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ.